വിദ്യാർത്ഥികളെയും വൈദികരെയും ഇതുപോലെ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അവര് അരകരമായിട്ട് ഞാൻ പേര് പറയുന്നില്ല, അടിക്കുന്നതെല്ലാം നമുക്കിട്ടാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, ഭരണഘടനയോട് അവർ കാണിക്കുന്ന അവഗണനയാണ്. ഈ രാജ്യത്ത് ഈശോയുടെ സുവിശേഷവുമായിട്ട് ഈശോ ഏകരക്ഷകനാണ് എന്ന് പറഞ്ഞ് പ്രഘോഷിക്കാനുള്ള അവകാശം ഭരണഘടന തന്ന അവകാശമാണ്. അതിനെതിരായിട്ട് ആര് പ്രവർത്തിച്ചാലും അത് തെറ്റാണെന്ന് പറയാനുള്ള ചങ്കൂറ്റവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. ഭാരതത്തിന്റെ ഭരണഘടനയെ വളരെയേറെ അവഗണിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഏതെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ കഴിവില്ലാത്തവരെ പോലെ നമ്മളെപ്പോഴും നിൽക്കുകയാണ്. പരിമിതികൾ അവർക്കുണ്ട്, നമുക്കറിയാം. പക്ഷേ പൊതുരംഗത്ത് വരുമ്പോൾ രാഷ്ട്രീയ മുന്നണിയോടും രാഷ്ട്രീയ സംവിധാനത്തോടും ഉള്ള നമ്മളുടെ കമ്മിറ്റ്മെന്റ് മാത്രം പോരാ. നമ്മുടെ കമ്മിറ്റ്മെന്റ് നമ്മുടെ രാജ്യത്തോടാണ്, ഇവിടുത്തെ ജനങ്ങളോടാണ്, നാനാജാതി മതസ്ഥരോടാണ്. അവർക്ക് ഒബ്ജക്ഷൻ ഓഫ് കോൺഷ്യൻസ് എങ്കിലും ഒന്ന് പറയാമായിരുന്നു. തിരുത്തുക എന്നുള്ളതായിരിക്കണം ഏവരുടെയും ഉള്ളിലുള്ള കാര്യം. ഇപ്പോൾ വളരെ പ്രായോഗികവും കാര്യക്ഷമവും കലോചിതവുമായ ജനാധിപത്യ പരിഷ്കാരങ്ങൾ അതിലൂടെ നമ്മൾ കണ്ടു. എനിക്ക് അതിനെക്കുറിച്ച് പറയാനൊരു നിരീക്ഷണം, ഇത് വഖഫ് ഒരു റിലീജിയസ് വിഷയം മാത്രമല്ല, നമ്മളെ സംബന്ധിച്ച് ഇതൊരു നാഷണൽ ആൻഡ് സോഷ്യൽ വിഷയമാണ്. ദേശീയവും സാമൂഹ്യ പ്രാധാന്യവുമുള്ള വിഷയമാണ്. വഖഫ് നിയമത്തിന്റെ ദുരുപയോഗത്തിന്റെയും നിയമങ്ങളിൽ അവ്യക്തതയുള്ളതിന്റെയും മറനീക്കുവാനുള്ളൊരു പരിശ്രമമായിരുന്നു. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയെയും പ്രോത്സാഹിപ്പിച്ച് സംസാരിക്കുകയാണ്. നമ്മളുടെ KCCയും CBCയും അവരുടെ ഒരു നിർദ്ദേശം കേരള എംപിമാർക്ക് നൽകിയിരുന്നു. ജാതി ചിന്തകളുണ്ട്, സഭയോടുള്ള എതിർപ്പുണ്ട്, സിനിമകളോടും സീരിയലുകളോടുമുള്ള അമിതമായ അടുപ്പമുണ്ട്. അങ്ങനെ നിരവധിയായ ധാരണകളുണ്ടാക്കണം. വാളും തോക്കും ചുറ്റികയും എടുത്ത് ഇറങ്ങുന്ന ഒരു കാര്യമാണല്ലോ ഇപ്പോൾ നമ്മൾ കാണുന്നത്. ആരെയെങ്കിലും കൊന്നാൽ സിനിമ വിജയിച്ചു, പ്രേക്ഷകർക്കും സന്തോഷമായി എന്ന മട്ടിലാണ് നമ്മളുടെ സാമൂഹിക സാംസ്കാരിക മേഖലയും മുൻപോട്ട് പോകുന്നത്. സ്കൂളുകൾ